അടിപൊളി, സൂപ്പർ. എന്താ മുരളേട്ടാ, ലോട്ടറി വല്ലതും അടിച്ചോ? ലോട്ടറിയോ? ദേ നോക്ക്. അയ്യോ, ഇത് ബ്രഹ്മദത്തൻ തിരുമേനിയല്ലേ? ആ അതെ, നീ വാർത്തയൊന്ന് വായിച്ചു നോക്ക്. കപടസ്വാമിയെ പുറത്താക്കി. പ്രശസ്ത സന്യാസിയായ ബ്രഹ്മദത്തൻ തിരുമേനി സ്നേഹാശ്രമത്തിൽ നിന്നും കൊച്ചുസ്വാമി എന്നറിയപ്പെട്ടിരുന്ന അന്തേവാസിയെ ബ്രഹ്മദത്തൻ തിരുമേനി പുറത്താക്കി. ആശ്രമത്തിലെ നിഷ്ഠകൾക്ക് വിരുദ്ധമായി ചെയ്ത ചില കാര്യങ്ങളെ മുൻനിർത്തിയാണ് കൊച്ചുസ്വാമിയെ പുറത്താക്കിയത്. സന്യാസ സമൂഹത്തോട് അവമതിപ്പുണ്ടാക്കുന്ന പലരും ചില ആശ്രമത്തിനുള്ളിൽ തന്നെ ഉണ്ടെന്നും അവരെ കണ്ടെത്തി പുറത്താക്കുമെന്നും ബ്രഹ്മദത്തൻ തിരുമേനെ അറിയിച്ചു. അല്ല, ഈ കൊച്ചുസ്വാമിയല്ലേ ദേവികയെ കാട്ടുമുത്തപ്പന്റെ അമ്പലത്തിലേക്ക് അയച്ചത്? ബ്രഹ്മദത്തൻ തിരുമേനി പറഞ്ഞിട്ടാണെന്നല്ലേ ഇയാൾ പറഞ്ഞ്? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ഇയാള് പറഞ്ഞൊന്നും വിശ്വസിക്കരുതെന്ന്. ഞാനും അയാൾ പറഞ്ഞ കാര്യം അറിഞ്ഞപ്പോ വിശ്വസിച്ചു പോയി. ഇനി അന്വേഷിക്കേണ്ടത് അയാളെ കൊണ്ട് ആര് പറയിച്ചു എന്നാണ്. അന്വേഷിച്ചെന്ന അയാളിലേക്ക് നമ്മൾ എത്തിച്ചേരും. പ്രഭാവതി, പലവട്ടം പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ തല തന്നെയാ ഇതിന്റെയൊക്കെ പുറകില്. മീരയെ നന്ദന്റെ ഭാര്യയാക്കാൻ വേണ്ടിയാ ഈ കളി അത്രയും കളിക്കുന്നത്. ഇങ്ങനെ ഈശ്വര, ഇയാള് ഇത്രയും കുഴപ്പക്കാരനായിരുന്നോ? ഈ കുഴപ്പക്കാരനെ ആദ്യം വിശ്വസിച്ചില്ലേ? അതുപോലെ തന്നെ അമ്മയുടെ പ്രഭകുഞ്ഞിന്റെ കാര്യവും. പ്രഭയാന്റിയുടെ സത്യവും അമ്മ ഒരിക്കൽ തിരിച്ചറിയും. അമ്മേ, ഈ കൊച്ചുസ്വാമി അവിടെ കൊണ്ടുവന്നത് പ്രഭയാന്റി ആയിരിക്കുമെന്നാ മുരളേട്ടൻ പറയുന്നത്. അല്ല മോളെ, പ്രഭകുഞ്ഞ് ആ രീതിയിലൊന്നും. ഏയ് വേണ്ട, മതി. അമ്മ ഒന്നും പറയണ്ട. അമ്മ പോണം, സമയമായി. ഗൗരി, ഇതൊക്കെ അനുഭവം വരുമ്പോ താനേ മനസ്സിലായിക്കോളൂ. എന്നാലും ആ കൊച്ചുസ്വാമിയെ ഞാനും കൈയെടുത്ത് തൊഴുതല്ലോ. അമ്മേ, ഞാൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയുക, ആ പ്രഭയാന്റിയെ എന്തിനും ഇതിന് സപ്പോർട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട.